മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക. നൈന, ഗീവ് മീ എ പെൻ പ്ലീസ്. അപ്പൊ നമുക്ക് ഇനിയൊരു സെന്റൻസ് തന്നിരിക്കുകയാണ്. ഇതാണ് നൈന, ഗീവ് മീ എ പെൻ പ്ലീസ്. ദ നൗൺ നൈന. ഇവിടെ നമുക്കറിയാം നൗൺ ഏതാണ്? നൈനയാണ്. ഈ നൈന എന്ന് പറയുന്ന നൗൺ ഏത് കേസിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോമിനേറ്റീവ് കേസാണോ, ഒബ്ജക്റ്റീവ് കേസാണോ, വൊക്കേറ്റീവ് ആണോ, അത് അപ്പോസിറ്റീവ് കേസാണ്? ഇപ്പൊ നോക്കിയത് നൗണാണ് നമുക്ക് വ്യക്തമാണ്. കാരണം നൗൺ എന്ന് വെച്ചാൽ എന്താ? ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെ പേരായ ശബ്ദത്തെ നമ്മൾ നൗൺ എന്ന് പറയുന്നു. അപ്പൊ ഇത് ഒരു പെൺകുട്ടിയുടെ പേരാണ് നൈന. അപ്പൊ ഈ നൈന ഗീവ് മീ എ പെൻ പ്ലീസ് എന്ന് പറയുമ്പോൾ ഈ നൗൺ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അഡ്രസ് ചെയ്യുകയാണ്. നൈന ഗീവ് മീ എ പെൻ പ്ലീസ് എന്ന് വെച്ചാൽ നൈനയെ വിളിച്ചിട്ട് പറയാം, നൈന എനിക്കൊരു പേന തരൂ എന്ന അർത്ഥം. അപ്പൊ അവിടെ നൈനയെ നമ്മൾ എന്ത് ചെയ്യണം? അഭിസംബോധന ചെയ്യുകയാണ്, അഡ്രസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു നൗണിനെ അത്തരത്തിൽ അഡ്രസ് ചെയ്ത് പറയുന്നു എങ്കിൽ ആ നൗൺ ഏത് കേസിലായിരിക്കും വരിക? വൊക്കേറ്റീവ് കേസിലായിരിക്കും. അതായിരിക്കും വൊക്കേറ്റീവ് കേസ്, അല്ലേ? അപ്പോൾ ഒരു നൗൺ എപ്പോഴാണ് വൊക്കേറ്റീവ് കേസ് ആവുന്നത്? ആ നൗണിനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ, വിളിച്ചിട്ട് നമ്മളതിൽ പറയത്തില്ലേ, ഒരാളുടെ പേര് വിളിച്ചിട്ട് പറയുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ നൗൺ അവിടെ എന്തായിരിക്കും? വൊക്കേറ്റീവ് കേസിലായിരിക്കും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. എന്താണ്? വൊക്കേറ്റീവ് കേസ്. അപ്പൊ ഇതെന്ന് പറഞ്ഞൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. ഇനിയുള്ള പരീക്ഷകളിൽ LDC പോലെയുള്ള, അല്ലെങ്കിൽ ഫയർമാൻ പോലെയുള്ള, അല്ലെങ്കിൽ നമുക്ക് SA പോലീസ് കോൺസ്റ്റബിൾ പോലെയുള്ള പരീക്ഷകളിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക. കാരണം അതിന്റെ സൂചനകളാണ് നമുക്ക് ഈ പറയുന്ന 2019 2020 ഇതുവരെ നടന്ന പരീക്ഷകൾ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ പുതിയ പുതിയ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ നടന്ന PSC നടത്തിയ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെയും ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലാണ്. അങ്ങനെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അതെല്ലാം കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. ദ കോമൺ ജെൻഡർ ഓഫ് സോ. അതായത് സോ എന്ന് പറയുന്നതിന്റെ കോമൺ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഫെമിനൈൻ ജെൻഡറും മസ്കുലൈൻ ജെൻഡറും പിന്നെ ന്യൂട്രൽ ജെൻഡർ. ഇങ്ങനെ നമ്മൾ 3 പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവയെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? കോമൺ ജെൻഡറിൽ നിന്നാണ്. ഈ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫെമിനൈൻ ജെൻഡറും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് മസ്കുലൈൻ ജെൻഡറും, അത് രണ്ടും നമുക്ക് പ്രധാനമായിട്ടും പറയാം. അവ രണ്ടും ഉത്ഭവിക്കുന്നത് അതിന്റെ ഒറിജിൻ എവിടാണ്? കോമൺ ജെൻഡർ. അല്ലെങ്കിൽ കോമൺ ജെൻഡറിനെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ എന്ത് ഫെമിനിൻ ജെൻഡർ എന്നും അതുപോലെ തന്നെ മസ്കുലിൻ ജെൻഡർ എന്നും പറയുന്നു. ഓക്കെ. ഉദാഹരണത്തിന് ഷീപ്പ് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ. ഷീപ്പ് എന്ന് പറയുന്ന വാക്ക്, ആ ഷീപ്പിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫെമിനിൻ ജെൻഡർ എന്നും മസ്കുലിൻ ജെൻഡർ എന്നും കിട്ടും. ഷീപ്പിന്റെ ഫെമിനിൻ ജെൻഡർ ആണെന്ത്? യവ് എന്ന് പറയുന്നത്, EWE, യവ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഷീപ്പിന്റെ മസ്കുലിൻ ജെൻഡർ ആണെന്ത്? റാം, അല്ലെ? യവും റാമും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ യവിന്റെയും റാമിന്റെയും കോമൺ ജെൻഡർ എന്തായിരിക്കും? ഷീപ്പ് എന്നായിരിക്കും. ഇതായിരിക്കും ഷീപ്പ്. അപ്പൊ ഷീപ്പാണ് ഇവിടുത്തെ കോമൺ ജെൻഡർ. എന്ന് പറയുന്നത് പോലെ ഇവിടെ സോ എന്ന് പറയുന്നതിന്റെ കോമൺ ജെൻഡർ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ കോമൺ ജെൻഡർ ഏതാണ്? അതായത് സോ എന്ന് പറയുന്നതിന്റെ കോമൺ ജെൻഡർ ഏതാണ്? പിഗ് ആണ്. എന്താണ്? പിഗ്. അപ്പൊ പിഗിന്റെ ഫെമിനൈൻ ജെൻഡർ ആണ് സോ. പിഗിന്റെ ഫെമിനൈൻ ജെൻഡർ ആണ് സോ. സോ മാത്രമല്ല ഗിൽറ്റ് എന്ന് നമ്മൾ പറയും. ഇതാണ് GILT ഗിൽറ്റ്. അപ്പം പിഗിന്റെ ഫെമിനൈൻ ജെൻഡർ പറയുമ്പോൾ നമുക്ക് സോയോ അല്ലെങ്കിൽ ഗിൽറ്റോ പറയാം. ഇനി പിഗിന്റെ മസ്കുലിൻ ജെൻഡർ എന്തായിരിക്കും? ബോർ എന്നായിരിക്കും. BOAR ബോർ. BOAR ബോർ ആയിരിക്കും. അപ്പൊ പിഗിന്റെ മസ്കുലിൻ ജെൻഡർ ബോറും പിഗിന്റെ ഫെമിനൈൻ ജെൻഡർ സോ അല്ലെങ്കിൽ ഗിൽറ്റാണ്. അങ്ങനെയാകുമ്പോൾ ബോറിന്റെ കോമൺ ജെൻഡർ എന്ന് ഏതെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ഗിൽറ്റ് അല്ലെങ്കിൽ സോയുടെ കോമൺ ജെൻഡർ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പിഗ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇവിടെ ചോദ്യം എന്താ? ദ കോമൺ ജെൻഡർ ഓഫ് സോ. സോയുടെ കോമൺ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായിരിക്കും? പിഗ് ആയിരിക്കും. ഇതായിരിക്കും പിഗ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സം ഡാഷ് വെർ കിൽഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇവിടെ ഡിയേഴ്സ് വരുമോ, ഷീപ്സ് വരുമോ, ഡിയർ വരുമോ, അതോ അങ്ങനൊന്നും വരില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പലരും ഡിയേഴ്സോ ഷീപ്സോ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിയറിന്റെയും ഷീപ്പിന്റെയും പ്ലൂറലും എന്ത് തന്നെയായിരിക്കും? ഡിയർ എന്ന് തന്നെയായിരിക്കും. അതായത് ഡിയർ എന്ന് പറയുന്ന വാക്ക് ഡിയർ അതിന്റെ സിംഗുലറും പ്ലൂറലും എന്ത് തന്നെയാണ്? ഡിയർ തന്നെയാണ്. അതുപോലെ തന്നെ ഷീപ്പ്. ഷീപ്പിന്റെ സിംഗുലറും പ്ലൂറലും എന്ത് തന്നെയായിരിക്കും? ഷീപ്പ് എന്നായിരിക്കും. അതുപോലെ തന്നെ ഫിഷ്. FISH ഫിഷ്. ഫിഷിന്റെയും സിംഗിളും പ്ലൂറലും എന്ത് തന്നെയായിരിക്കും? ഫിഷ് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ സം വന്ന സ്ഥിതിക്ക് ഇവിടെ പ്ലൂറലാണ് വരേണ്ടത്. പ്ലൂറൽ നൗൺ ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ശരിയായി കൊടുത്തിരിക്കുന്ന ഏതാണ്? ഡിയർ. കാരണം നമുക്കിവിടെ ഡിയേഴ്സോ ഷീപ്സോ എഴുതാൻ പാടില്ല. കാരണം അങ്ങനെ ഇല്ല. ഡിയറിന്റെ സിംഗിളും പ്ലൂറലും എന്ത് തന്നെയാണ്? ഡിയർ തന്നെയാണ്. ഷീപ്പിന്റെ സിംഗിളും പ്ലൂറലും എന്ത് തന്നെയാണ്? ഷീപ്പ് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തേ വരത്തുള്ളൂ? ഡിയറിനെ വരത്തുള്ളൂ. ഇവിടെ ഡിയർ വരുമ്പോൾ ഈ ഡിയർ എന്തായിട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ കറക്റ്റ് ആൻസർ സം ഡിയർ വെർ കിൽഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മിസ്റ്റർ മോഹൻ ഡാഷ് ദേ സേ ഈസ് എ ജെന്റിൽമാൻ. ഈ ചോദ്യം റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹും, ഹു, ഹൂസ്, ഹുവർ. അപ്പൊ ഇവിടെ മിസ്റ്റർ ജോണിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു വ്യക്തി ആയതുകൊണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രൊണൗൺ എഴുതേണ്ടത്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം വ്യക്തികളുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രൊണൗൺ. ഹുമ്മും ഹൂവും ഹൂസും ഹുവർ. ഹു നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പറയുന്ന വ്യക്തി സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഹു ഉപയോഗിക്കാം. ഈ പറയുന്ന വ്യക്തി ഒബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഹും ഉപയോഗിക്കാം. ഈ വ്യക്തിയുടെ എന്തെങ്കിലും ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. ഇനി ആരൊക്കെ ആയാലും എന്ന രീതിയിൽ അർത്ഥത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹു അവർ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്ത് വരുമെന്നാ ഇവിടെ നോക്കാം. മിസ്റ്റർ ജോൺ ഡാഷ് ദേ സേ ഈസ് എ ജെന്റിൽമാൻ എന്ന് പറയുമ്പോൾ പലരും എന്ത് ചെയ്യും? ഇവിടെ ഹും എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാവും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ ജോൺ ഈസ് എ ജെന്റിൽമാൻ എന്നാണ് ഇവിടെ പറയേണ്ടത്. മിസ്റ്റർ ജോൺ ഒരു ജെന്റിൽമാൻ ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കാം. ഇവിടെ ദേ സേ എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ മിസ്റ്റർ ജോൺ ഹു ദേ സേ അവർ പറയുന്നു മിസ്റ്റർ ജോൺ എന്താണെന്ന്? ഒരു ജെന്റിൽമാൻ ആണ്. അങ്ങനെ ഇവിടെ മിസ്റ്റർ ജോൺ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഭാഗത്ത് എന്തായിട്ടാണ് നിൽക്കുന്നത്? സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്തായിട്ടാണ് നിൽക്കുന്നത്? സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊണൗൺ എന്തായിരിക്കണം? ഹു ആയിരിക്കണം. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മിസ്റ്റർ ജോൺ ദേ സേ എന്ന് വെച്ചാൽ അവര് പറയുന്നു എന്ത്? ഹീസ് എ ജെന്റിൽമാൻ. ആ ഹീക്ക് പകരമാണ് ഇവിടെ നമ്മൾ ഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഹു ആണ് ഇവിടെ ആൻസറായി വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രാജ് ഡാഷ് ഹിസ് ഫ്രണ്ട് വെൻ ഹി ഇറിറ്റേറ്റഡ് ഹിം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ടെൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇവിടെ തന്നിരിക്കുന്ന വെർബിന്റെ ഏത് ടെൻസ് എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെൻസ് ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ ഇവിടെ ഒരു വെർബുണ്ട് ഇറിറ്റേറ്റഡ്. ഇറിറ്റേറ്റഡ് എന്ന് പറഞ്ഞ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞു വരുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് ഇവിടെയും ഏത് ടെൻസുള്ള വെർബായിരിക്കണം എഴുതേണ്ടത്? പാസ്റ്റ് ടെൻസിലുള്ള വെർബായിരിക്കണം എഴുതേണ്ടത്.
ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ഏതാണെന്ന് നോക്കുക. ഈ ബീറ്റ്സ് നമുക്കറിയാം, ബീറ്റ്സ് എന്ന് പറയുമ്പോൾ അതേത് ടെൻസ് ആണ്? പ്രസന്റ് ആണ്, കാരണം ഡസ് വന്നതുകൊണ്ട്. ഈ ബീറ്റൻ എന്ന് പറയുന്നത് എന്താണ്? V3 ഫോമാണ്. അപ്പൊ ബീറ്റഡ് V2 ആയിട്ട് പലരും കരുതും. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തെറ്റാണ്. അതായത് ബീറ്റ് എന്ന് പറയുന്ന വെർബിന്റെ V1ഉം V2ഉം എന്ത് തന്നെയാണ്? ബീറ്റ് തന്നെയാണ്. ഓക്കെ, ബീറ്റ് എന്ന് പറയുന്ന വെർബിന്റെ V1ഉം V2 എന്ത് തന്നെയാണ്? ബീറ്റ് തന്നെ, ബീറ്റാണ്. V3 എന്താണ്? ബീറ്റാണ്. ഇവിടെ നമുക്ക് V2 ആണ് വരേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ C എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബീറ്റ് എന്നുള്ളതിന്റെ V1ഉം V2 ഒന്ന് തന്നെയാണ്, ബീറ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ V2 ആണ് വരേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഈ ബീറ്റ് ഇവിടെ എഴുതാം. ഈ ബീറ്റ് ഇവിടെ എഴുതുമ്പോൾ അതെന്തായി മാറുന്നു? V2 ആയി മാറുന്നു, കാരണം പാസ്റ്റ് ടെൻസ് ആയി മാറുന്നു. അതെന്താ കാരണം? ഇവിടെ ഈ തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെന്ന് നമുക്ക് ഈ ഇറിറ്റേറ്റഡ് എന്ന് പറയുന്ന വെർബിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ V2 ഫോം ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ ഇവിടെ ബീറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. The girl is beautiful. Here the adjective is dash. The girl is beautiful എന്നൊരു സെന്റൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. ഈ അഡ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രെഡിക്കേറ്റീവ് ആണോ, ആട്രിബ്യൂട്ടീവ് ആണോ, അത് രണ്ടുമാണോ, അതോ ഒന്നുമല്ലേ എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴാണ് ഒരു അഡ്ജക്റ്റീവ് പ്രെഡിക്കേറ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു അഡ്ജക്റ്റീവ് ആട്രിബ്യൂട്ടീവ് ആവുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അഡ്ജക്റ്റീവിന് ശേഷം നൗൺ വരികയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഹാൻസം ബോയ്. ഓക്കെ, ഹാൻസം ബോയ് നമ്മൾ പറയുകയാണ്. ഹാൻസം ബോയ് എന്ന് പറയുമ്പോൾ ഹാൻസം ആണല്ലോ അവിടുത്തെ അഡ്ജക്റ്റീവ്. അതിനുശേഷം എന്ത് വന്നു? ബോയ് എന്ന് പറയുന്ന നൗൺ വന്നു. അങ്ങനെ വരികയാണെങ്കിൽ ആ അഡ്ജക്റ്റീവ് എന്തുമായിരിക്കും? ആട്രിബ്യൂട്ടീവ് ആയിരിക്കും. എന്തായിരിക്കും? ആട്രിബ്യൂട്ടീവ്. എന്നാൽ അങ്ങനെ അല്ലെങ്കിലോ അതെന്തായിരിക്കും? പ്രെഡിക്കേറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ഈ ബ്യൂട്ടിഫുളിന് ശേഷം ഒരു നൗൺ വന്നോ? ഇല്ല. അങ്ങനെ നൗൺ ഇല്ലാത്തതുകൊണ്ട്, ഈ അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗൺ ഇല്ലാത്തത് കൊണ്ട് അതെന്തായിരിക്കും? പ്രെഡിക്കേറ്റീവ് ആയിരിക്കും. എന്നാൽ ഈ അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗൺ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ആട്രിബ്യൂട്ടീവ് ആയിരിക്കും. ഓക്കെ, ഒരു അഡ്ജക്റ്റീവ് ആട്രിബ്യൂട്ടീവ് ആണോ പ്രെഡിക്കേറ്റീവ് ആണോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? നൗണിനെ ആശ്രയിച്ചാണ്. അത് നമുക്ക് തന്നിരിക്കുന്ന അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗൺ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ആട്രിബ്യൂട്ടീവ് ആയിരിക്കും. എന്നാൽ ആ നൗൺ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും? പ്രെഡിക്കേറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ബ്യൂട്ടിഫുളിന് ശേഷം ഒരു നൗൺ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹിസ് കണ്ടീഷൻ ഇസ് ഡാഷ് ബെറ്റർ നൗ. ഇവിടെ ഫെയർലി ആണോ, റാദർ ആണോ, ഓൾമോസ്റ്റ് ആണോ, ക്വൈറ്റ് ആണോ? ഇവിടെ കൂടുതലും ആൾക്കാർക്ക് ഈ ഫെയർലി ആണോ റാദർ ആണോ എന്നുള്ളതായിരിക്കും സംശയം വരിക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫെയർലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാനും റാദർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫെയർലി ഗുഡ് എന്ന് നമ്മൾ പറയും, എന്നാൽ റാദർ ഗുഡ് എന്ന് പറയത്തില്ല. കാരണം ഗുഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പോസിറ്റീവായിട്ടുള്ള വശമാണ്. അതുകൊണ്ട് നമ്മൾ ഫെയർലി ഗുഡ് എന്നേ പറയത്തുള്ളൂ. എന്നാൽ നമ്മൾ റാദർ ബാഡ് എന്ന് പറയും. കാരണം ബാഡ് എന്താണ്? നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ റാദർ അവിടെ ഉപയോഗിക്കും. നെഗറ്റീവ് സെൻസ് ആയതുകൊണ്ട് നമ്മൾ റാദർ ഉപയോഗിക്കും. എന്നാൽ ഇവിടെ ആ നിയമം വെച്ച് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ വന്നിരിക്കുന്ന അഡ്ജക്റ്റീവിനെ നോക്കുക, ബെറ്റർ ആണ്. ഈ ബെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ ബെറ്റർ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ, ഒരു അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവ് ഡിഗ്രി ആയി വരികയാണെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ഈ നിയമം പാലിക്കേണ്ട കാര്യമില്ല. ഏത് നിയമം? നല്ലതാണെങ്കിൽ ഫെയർലിയും മോശമാണെങ്കിൽ റാദറും എന്നുള്ള നിയമം നമ്മൾ പാലിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തെഴുതും? നമ്മുടെ അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ റാദർ എന്ന് മാത്രമേ എഴുതാവൂ. എന്തെഴുതാവൂ? റാദർ എന്ന് മാത്രമേ എഴുതാവൂ. ഓക്കെ, അപ്പൊ ഹിസ് കണ്ടീഷൻ ഇസ് റാദർ ബെറ്റർ എന്ന് പറയാവൂ, ഫെയർലി ബെറ്റർ എന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, എന്നാൽ നമുക്ക് ഫെയർലി ഉപയോഗിക്കാമായിരുന്നു. എങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ബെറ്റർ എന്നുള്ളതിന് പകരം ഗുഡ് എന്ന് വന്നിരുന്നെങ്കിൽ. ഓക്കെ, ഈ ബെറ്ററിന് പകരം അതിന്റെ പോസിറ്റീവ് ഡിഗ്രിയായ ഗുഡ് വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഫെയർലി ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഗുഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ബെറ്റർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ റാദറെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മോഹൻ ഇസ് ഇനഫ് ഇന്റലിജന്റ്. മോഹൻ ഇസ് ഇന്റലിജന്റ് ഇനഫ്. വിച്ച് സെന്റൻസ് ഇസ് കറക്റ്റ്? അതായത് ഇവിടെ രണ്ട് സെന്റൻസ് വന്നിട്ടുണ്ട്. ഇനഫിന്റെ പ്രശ്നമാണ്. ഇനഫ് ഇവിടെ നോക്കാം. ആദ്യത്തെ സെന്റൻസിൽ ഇത് ഇന്റലിജന്റ് ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന് മുന്നിൽ ഇനഫ് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസിലോ അഡ്ജക്റ്റീവിന് ശേഷം ഇനഫ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനഫ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അഡ്ജക്റ്റീവിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം, ഇനഫ് നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അഡ്ജക്റ്റീവിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അഡ്ജക്റ്റീവിന് ശേഷമായിരിക്കണം നമ്മൾ ഇനഫ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നൗണ് വരികയാണെങ്കിലോ നൗണ് തൊട്ട് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കണം, ഇനഫ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നൗൺ ആണെങ്കിൽ അതിന്റെ തൊട്ടിന് മുമ്പിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇനഫ് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന അഡ്ജക്റ്റീവ് ആണെങ്കിലോ അതിന് ശേഷമേ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ഇനഫ് ഉപയോഗിക്കാവൂ. ഇവിടെ നോക്കി, ഇവിടെ ഇന്റലിജന്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതിനുശേഷം നമുക്ക് ഇനഫ് ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സെൻസ് ഏതാണ്? മോഹൻ ഈസ് ഇന്റലിജന്റ് ഇനഫ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെൻസ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മോഹൻ ഈസ് ഇന്റലിജന്റ് ഇനഫ് എന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഷീ റിസംബിൾസ് ഡാഷ് ഹെർ സിസ്റ്റർ. ഇത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ടു വരുമോ, വിത്ത് വരുമോ, അതോ ഓഫ് വരുമോ, അതോ ഒന്നും വേണ്ടേ എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റിസംബിൾസ് എന്ന് വന്നു കഴിഞ്ഞാൽ, റിസംബിൾസ് എന്ന് പറയുന്ന വെർബിന് ശേഷം നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറില്ല. നേരിട്ട് ഒബ്ജക്റ്റ് അങ്ങ് എഴുതത്തേയുള്ളൂ. അതായത് ഷീ റിസംബിൾസ് ഹെർ സിസ്റ്റർ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ ഷീ റിസംബിൾസ് ടു ഹെർ സിസ്റ്റർ എന്നോ ഷീ റിസംബിൾസ് വിത്ത് ഹെർ സിസ്റ്റർ എന്നോ പറയത്തില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇറ്റ് വുഡ് മേക്ക് യു ഹാപ്പി. അത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം സഹായക്രിയ എടുത്ത് എഴുതണം. നമുക്ക് തന്നിരിക്കുന്ന സെൻസ് നോക്കുമ്പോൾ നമുക്ക് സഹായക്രിയ കാണാം. സഹായക്രിയയുടെ കുറച്ച് ഭാഗമേ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇറ്റ് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി ആയിട്ട് ഡി കൊടുത്തിരിക്കുന്നു. ഈ ഡി എന്ന് പറയുന്നത് പലരും എന്തായിട്ട് വ്യാഖ്യാനിക്കാം? ഒന്നുകിൽ ഡിഡ് ആയിട്ട് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ഹാഡ് ആയിട്ട് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ വുഡ് ആയിട്ട് വ്യാഖ്യാനിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിഡ് ഒരിക്കലും ഇത്തരത്തിൽ എഴുതാറില്ല. ഡിഡ് വേണമെങ്കിൽ അവിടെ ഡിഡ് കറക്റ്റ് എഴുതിയിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതണമെങ്കിൽ ഒന്നുകിൽ അത് ഹാഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വുഡ് ആയിരിക്കണം. മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഡിഡ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ എഴുതത്തില്ല. ഡിഡ് ഫുള്ളായിട്ട് എഴുതത്തേ ഉള്ളൂ. അപ്പൊ ഡിഡ് അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ വരാൻ പറ്റാൻ സാധ്യതയുള്ളൂ? ഒന്നുകിൽ വുഡ് വരാം, അല്ലെങ്കിൽ ഹാഡ് വരാം, അല്ലെങ്കിൽ കുഡ് വരാം. എന്തൊക്കെ വരാം? വുഡ് വരാം, ഹാഡ് വരാം, കുഡ് വരാം. ഇതിലേതെങ്കിലും ഒന്നേ വരുത്തുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹാഡ് ആണെങ്കിൽ അതിനുശേഷം V3 ഫോമേ വരത്തുള്ളൂ. ഇവിടെ ഹാഡ് ആയിരുന്നുവെങ്കിൽ ഇവിടെ V3 ഫോം വന്ന് മേഡെന്നായി മാറിയേനെ. ഈ മേക്ക് മേഡായേനെ. എന്നാൽ ഇവിടെ മേക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്തൊക്കെ വരത്തുള്ളൂ? ഒന്നുകിൽ വുഡ് അല്ലെങ്കിൽ കുഡേ വരത്തുള്ളൂ. വുഡ് ഇവിടെ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് വുഡ് കിട്ടി. ഇവിടെ കുഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വുഡ് കിട്ടി. ഇനി ഈ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. ഈ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. അങ്ങനെ വുഡിന്റെ കൂടെ ഇൻറ്റ് ചേർക്കണം. പിന്നെ ഇറ്റ് അതുപോലെ തന്നെ എഴുതും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി വുഡിന്റ് എന്ന് കിട്ടി. എന്ത് കിട്ടി? വുഡിന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായത് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.